കോൺഗ്രസും കൈവിട്ടതോടെ CPI പുറത്താക്കി തൃശൂർ നാട്ടികയിലെ സിറ്റിംഗ് MLA CC മുകുന്ദൻ BJPയിൽ. CC മുകുന്ദൻ നാട്ടികയിൽ NDA സ്ഥാനാർത്ഥിയാകും. BJP തൃശൂർ ഓഫീസിലെത്തിയാണ് CC മുകുന്ദൻ BJPയിൽ ചേർന്നത്. BJP നേതാവ് AN രാധാകൃഷ്ണൻ CC മുകുന്ദനെ സ്വീകരിച്ചു. താമരചിഹ്നത്തിൽ മത്സരിക്കണമെന്നാണ് ആഗ്രഹമെന്നും BJPയോട് 100% കൂറ് പുലർത്തുമെന്നും CC മുകുന്ദൻ പറഞ്ഞു. ഞാനിപ്പോൾ BJPയിലാണ്. BJP എടുക്കുന്ന രാഷ്ട്രീയപരമായ മാറ്റങ്ങൾ കൂടെ മുന്നോട്ട് പോകാൻ തീരുമാനിക്കുന്നു. ആ രാഷ്ട്രീയപരമായ കാര്യങ്ങൾ മുഴുവനും നാട്ടിക ജനങ്ങളോട് പറഞ്ഞുകൊണ്ട് ഈ വികസനം കൂട്ടിയോജിപ്പിച്ച് വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കാൻ ഞാൻ ശ്രമിക്കും. പോൾ ചെയ്യുന്നതിൻ്റെ മാക്സിമം പൗതി മുക്കാൽ വോട്ടും എനിക്ക് കിട്ടും. അത്ഭുതകരമായ രാഷ്ട്രീയ മാറ്റത്തിന് നാട്ടിക തുടക്കം കുറിക്കുന്നുവെന്ന് AN രാധാകൃഷ്ണൻ പറഞ്ഞു. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഈറ്റില്ലമായ അന്തിക്കാട് നിന്നാണ് അദ്ദേഹം വരുന്നത്. തീർച്ചയായും അത്ഭുതകരമായ രാഷ്ട്രീയ മാറ്റത്തിന് നാട്ടിക തുടക്കം കുറിക്കും. കേരള രാഷ്ട്രീയത്തിലെ ഒരുപാട് പ്രഗത്ഭരായ ആളുകൾ ഈ വരാൻ പോകുന്ന ദിവസങ്ങളിൽ ചേരാൻ പോകുന്ന ആളുകളുടെ പ്രേരണാ സ്രോതസ്സായി അദ്ദേഹത്തെ ശ്രീമാൻ മുകുന്ദൻജി ഞാൻ കാണുകയാണ്. ശ്രീജിത്ത് ശ്രീകുമാരൻ വിവരങ്ങളുമായി. ശ്രീജിത്ത്, നമുക്കറിയാവുന്നതുപോലെ CC മുകുന്ദൻ തുടക്കം മുതൽ തന്നെ UDF പിന്തുണയോടെ സ്വതന്ത്രനാകും എന്ന പ്രഖ്യാപനം നടത്തി. ഒടുവിൽ അവർ കൈവിടുന്ന ഘട്ടത്തിൽ BJPയിലേക്ക് ചേരുകയാണ്. വളരെ പെട്ടെന്നായിരുന്നു കാര്യങ്ങൾ. അതെ, എല്ലാം വളരെ പെട്ടെന്നായിരുന്നു എന്ന് പറയുന്നത് പോലെ തന്നെയാണ് കാര്യങ്ങൾ. കഴിഞ്ഞ ദിവസം ഡൽഹിയിലെത്തി ഒരു കൂടിക്കാഴ്ച നടത്തി. അതിനു മുൻപ് തന്നെ കോൺഗ്രസ് നേതാക്കൾ ഏതാണ്ട് ഉറപ്പിച്ചിരുന്നു മുകുന്ദനെ കൂടെ കൂട്ടുന്നില്ല എന്നത്. അവർ ഒരു സ്ട്രാറ്റജി ആയിട്ടായിരുന്നു അവർ പറഞ്ഞിരുന്നത്. വേണമെങ്കിൽ പുറത്തുനിന്ന് മത്സരിച്ചോളൂ, സ്വതന്ത്രനായി മത്സരിച്ചോളൂ. അപ്പോൾ തങ്ങൾ ഭരണം വന്നു കഴിഞ്ഞാൽ മുകുന്ദൻ തോറ്റുപോയാലും മുകുന്ദനെ സംരക്ഷിച്ചുകൊള്ളാമെന്നൊരു നിലപാടാണ് സ്വീകരിച്ചത്. അങ്ങനെ 2 ദിവസം മുകുന്ദൻ ഡൽഹിയിലൊക്കെ CC മുകുന്ദൻ ഡൽഹിയിലൊക്കെ പോയി നിന്ന് കോൺഗ്രസ് നേതാക്കളുമായി ചർച്ച നടത്തി. അദ്ദേഹത്തെ ഇവിടുന്ന് കൊണ്ടുപോയത് KPC സെക്രട്ടറി ജോസ് വള്ളൂർ ആയിരുന്നു. പക്ഷേ പിന്നീട് നമ്മൾ കണ്ടത് ജോസ് വള്ളൂർ മുഖമെല്ലാം പൊത്തി ഒരു ഓട്ടോയിൽ കയറി ഓടുന്ന ഒരു ദൃശ്യമാണ് കണ്ടത്. അതിനുശേഷം പിന്നെ ജോസ് വള്ളൂരിനെ തൃശ്ശൂരിൽ ആരും കണ്ടിട്ടില്ല. അതിനെ പുറത്താരും അദ്ദേഹത്തെ കണ്ടിട്ടില്ല. അദ്ദേഹത്തെ ഫോൺ വിളിക്കുമ്പോൾ അദ്ദേഹം പറയുന്നത് ചില തിരക്കുകളിലാണ് എന്ന് മാത്രമാണ്. എന്തായാലും CC മുകുന്ദനുമായി കഴിഞ്ഞ ദിവസം, അതായത് ഡൽഹിയിൽ നിന്ന് പോയി വന്നതിന് തൊട്ട് പിന്നാലെ കോൺഗ്രസ് സഹായിക്കുന്നില്ല എന്ന് തീരുമാനിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് BJP നേതാക്കൾ ബന്ധപ്പെട്ടത്. അടുത്തിടെ BJPയിലെത്തിയ വൈക്കത്തെ മുൻ MLA കൂടിയായ K അജിത്താണ് ആദ്യം അദ്ദേഹത്തെ ബന്ധപ്പെട്ടത്. നാട്ടികയിലെ അന്തിക്കാട്ടെ വീട്ടിലെത്തി അജിത്ത് മുകുന്ദനെ സന്ദർശിച്ചിരുന്നു. ഇതിന് പിന്നാലെയാണ് ഇന്ന് പൊടുന്നനെയുള്ളൊരു നിലപാട് മാറ്റം. രാവിലെ എല്ലാം നമ്മൾ അദ്ദേഹത്തെ വിളിച്ചിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹം പറഞ്ഞത് 4 മണിക്ക് മാധ്യമങ്ങളെ കാണുന്നുണ്ട്, വാർത്താ സമ്മേളനം നടത്തുന്നുണ്ട് എന്നായിരുന്നു. നമ്മളെല്ലാം നേരിട്ട് പോയി കണ്ടപ്പോഴും അതുതന്നെയായിരുന്നു അദ്ദേഹത്തിന്റെ നിലപാട്. പക്ഷേ അന്തിക്കാട്ട് നിന്ന് നമ്മൾ തൃശ്ശൂരെത്തി അല്പസമയം നിൽക്കുന്ന ഇടയ്ക്ക് തന്നെ 12 മണിയോടുകൂടി അദ്ദേഹത്തിന്റെ വാട്സാപ്പ് ഗ്രൂപ്പിൽ CC മുകുന്ദൻ MLA തന്നെ ഒരു പോസ്റ്റ് ഇടുകയാണ്. അല്ലെങ്കിൽ ഒരു കൃത്യമായ രീതിയിൽ 1 മണിക്ക് തൃശ്ശൂരിൽ വെച്ച് വാർത്താ സമ്മേളനം എന്നാണ് അദ്ദേഹത്തിന്റെ ആ ഒരു പോസ്റ്റ് ഉണ്ടായിരുന്നത്. ഉടൻ തന്നെ അദ്ദേഹത്തെ ബന്ധപ്പെടാൻ ശ്രമിച്ചു. അദ്ദേഹം ഫോൺ എടുക്കുന്നില്ല. അപ്പോഴാണ് നിർണായകമായ വിവരം BJP നേതാക്കളിൽ നിന്ന് അറിയുന്നത്. AN രാധാകൃഷ്ണന്റെ വാഹനത്തിലാണ് അദ്ദേഹം അന്തിക്കാട്ട് വീട്ടിൽ നിന്ന് കയറിയിരിക്കുന്നത് എന്ന നിർണായകമായ വിവരം നമുക്ക് ലഭിക്കുന്നത്. അങ്ങനെ CC മുകുന്ദൻ BJPയിലേക്ക് എന്ന വാർത്ത പുറത്തു വന്നതോടുകൂടി മാധ്യമങ്ങളെല്ലാം അദ്ദേഹത്തെ വളയുകയായിരുന്നു. അത് കൃത്യമായ രീതിയിൽ ഇവിടെ BJPയുടെ തൃശ്ശൂർ ജില്ലാ കമ്മിറ്റി ഓഫീസിലേക്കാണ് അദ്ദേഹം AN രാധാകൃഷ്ണനും അതുപോലെ തന്നെ B ഗോപാലകൃഷ്ണൻ, N ഹരി, KK അനീഷ് കുമാർ അടക്കമുള്ള നേതാക്കളോടൊപ്പം അവിടെ എത്തിയത്. എന്തായാലും സഖാവിൽ നിന്ന് സംഘപരിവാറിലേക്ക് ഒരു മാറ്റവുമില്ലാതെ തന്നെ BJPയുടെ ജില്ലാ ഓഫീസിന്റെ പടിക്കെട്ടുകൾ CC മുകുന്ദൻ കയറിപ്പോയി. ഒരു മടിയുമില്ലാതെ തന്നെ അദ്ദേഹം ആ കാവിഷാൾ സ്വീകരിച്ചു. എന്തായാലും നാട്ടികയിൽ ഒരു രാഷ്ട്രീയ വനവാസത്തിന് കേരള രാഷ്ട്രീയത്തിൽ താൻ ഒരുക്കമല്ല എന്നൊരു പ്രഖ്യാപനമാണ് CC മുകുന്ദൻ നടത്തിയത്. എന്തായാലും സ്വതന്ത്രമായ ഒരു തെരഞ്ഞെടുപ്പിനെ നേരിട്ടാൽ ഒരുപക്ഷെ വിജയിക്കില്ലെന്നും അല്ലെങ്കിൽ വലിയ സാമ്പത്തിക ബാധ്യത ഉണ്ടാകുമെന്ന കൃത്യമായ ബോധ്യം CC മുകുന്ദനുണ്ട്. എന്തായാലും താമര ചിഹ്നത്തിൽ തന്നെ മത്സരിക്കാനാണ് തനിക്ക് താല്പര്യമെന്നാണ് CC മുകുന്ദൻ പറഞ്ഞിരിക്കുന്നത്. അതായത് കൈപ്പത്തി ചിഹ്നത്തിൽ മത്സരിക്കണമെന്ന് കോൺഗ്രസ് നേതാക്കൾ അറിയിച്ചു. ആ കൈപ്പത്തി ചിഹ്നത്തിൽ മത്സരിക്കാൻ താൻ തയ്യാറല്ല എന്ന് കോൺഗ്രസ് നേതാക്കളോട് പറഞ്ഞു. അതേ മുകുന്ദൻ വളരെ കൃത്യമായ രീതിയിൽ താമര ചിഹ്നത്തിൽ എനിക്ക് മത്സരിക്കാൻ ആഗ്രഹമുണ്ട്. അതിലൊരു രാഷ്ട്രീയം കൂടിയുണ്ട്. BJP ക്രമാനുഗതമായി വോട്ട് വർദ്ധിപ്പിക്കുന്ന മണ്ഡലമാണ് ഈ പറയുന്ന നാട്ടിക. കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഒരു ബ്ലോക്ക് പഞ്ചായത്ത് ഡിവിഷൻ അടക്കം ലഭിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അങ്ങനെയാണെങ്കിൽ BJPയുടെ വോട്ടും മുകുന്ദന്റെ വ്യക്തിപരമായ വോട്ടും കൂടി ചേരുമ്പോൾ തരക്കേടില്ലാത്ത പ്രകടനം അല്ലെങ്കിൽ ഒരുപക്ഷെ വിജയത്തിനോട് അടുത്ത് അല്ലെങ്കിൽ വിജയത്തിലേക്കുള്ള ഒരു പ്രകടനം നടത്താമെന്ന ഒരു പ്രതീക്ഷയാണ് മുകുന്ദനുള്ളത്. എന്തായാലും BJP സർവാത്മന മുകുന്ദനെ സ്വാഗതം ചെയ്തു. AN രാധാകൃഷ്ണൻ കാവിഷാൾ അണിയിച്ചു. അങ്ങനെ മുകുന്ദൻ ഇനി സഖാവല്ല, സംഘപരിവാറാണ്. താമര ചിഹ്നത്തിൽ നാട്ടികയിൽ മത്സരിക്കും. 5 മണിക്ക് BJPയുടെ താമര കൊടികളുടെ അകമ്പടിയോടുകൂടി ഒരു വലിയ റോഡ് ഷോ അവർ അവിടെ പ്ലാൻ ചെയ്തിട്ടുണ്ട് മുകുന്ദനെ വെച്ച്. അനുജ.
ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.